നമസ്കാരം. സംഖ്യകൾ സംസാരിക്കും എന്ന ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചാണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് സ്പോട്ട് ലഭിക്കാം, അല്ലെങ്കിൽ ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ലഭിക്കുന്നത് എങ്ങനെ ലഭിക്കാം എന്ന് നമുക്ക് പറയാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഞങ്ങൾ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ബാങ്കുകളിൽ ഞങ്ങൾക്ക് ഇഷ്ടാനുസാരണം ഉള്ള നമ്പറുകൾ ലഭ്യമല്ല, അതായത് അവർ തരില്ല. ആയതിനാൽ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നും ഇത് ലഭ്യമാണ്. ഇൻഡസ് ബാങ്ക്, മഹേന്ദ്ര കോട്ടക് അല്ലെ HDFC എന്നീ പ്രൈവറ്റ് ബാങ്കുകളിൽ ഇത് ലഭ്യമാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇൻഡസ് ബാങ്കിൽ 20,000 രൂപ ഡെപ്പോസിറ്റ്, അതായത് ബാങ്ക് ബാലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ട നമ്പർ അല്ലെങ്കിൽ ഞങ്ങളുടേതായ ഇഷ്ട നമ്പർ ലഭിക്കുന്നതാണ്. ഇത് ബാങ്കിൻ്റെ വിഷയം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അതിൽ നിന്നും ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട നമ്പർ അതിൽ നിന്നും ഞങ്ങൾക്ക് സ്പോട്ട് ലഭിക്കേണ്ടത്. ആദ്യം തന്നെ 2, 4, 8 എന്നീ സംഖ്യകൾ ഒഴിവാക്കണം. ഒന്നുകൂടി പറയാം, 2, 4, 8 എന്നീ സംഖ്യകൾ ഒഴിവാക്കുക. അക്കൗണ്ട് നമ്പറുകൾ മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ 1, 5, 6 എന്നീ സംഖ്യകളിൽ വരണം. ഒന്നും കൂടി പറയാം, അടുത്ത ഇതാണത്. അക്കൗണ്ട് നമ്പറുകളുടെ ടോട്ടൽ സംഖ്യ കിട്ടുമ്പോൾ അത് 1 ആയിരിക്കണം, 5 ആയിരിക്കണം, അല്ലെങ്കിൽ 6 ആയിരിക്കണം. കൂടാതെ ഡ്രൈവർ കണ്ടക്ടർ സംയോജനം കൂടി അതിൽ വേണം. ഇനി മൂന്നാമത്തെ, അവസാനമായി ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ 11, 33, 55, 66, 99 കൂടാതെ 111, 333, 555, 666, 999 എന്നീ നമ്പറുകൾ അതിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആകും. അങ്ങനെയും ഉൾപ്പെടുത്തണം. ഇനി 0, ചിലവരുടെ ഒരു സംശയം ചിലപ്പോൾ തോന്നാം, പൂജ്യങ്ങൾ എത്ര ആവാം? 0 കേവലം ഒരെണ്ണം മാത്രമേ ആവാവൂ. 0 കേവലം ഒരെണ്ണം, അതിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അത് ഫലം ചെയ്യില്ല. ഇതാണ് ഞാനിന്ന് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് നൽകിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നമസ്കാരം.